ഹായ് ഹലോ എല്ലാവർക്കും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സാഗനിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അത് വേറൊന്നുമല്ല, ഒരു ടോപ്പ് ബോക്സ്. ഒന്നല്ല, രണ്ടെണ്ണം. അപ്പോൾ ചിലർക്കും തോന്നാം നമ്മുടെ ഓൾറെഡി ടോപ്പ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് തോന്നാം. നമ്മളുടെ സ്ഥലത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അത് ഈ തോന്നുന്നില്ല, ഇതുവരെ ആരും ഫിറ്റ് ചെയ്തിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയാണെന്നും അതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ഓൾറെഡി ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. നമുക്ക് ഈ പ്രോഡക്റ്റ് അയച്ചു തന്നത് അങ്കമിൽ ബൈക്ക് ഷോപ്പിനെ അയച്ചു തന്നത്. നിങ്ങൾക്ക് റൈഡിങ് ഗിയേഴ്സ് എക്സസൈസ് വാങ്ങാൻ താല്പര്യമുള്ള ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ എടുക്കാം. അത് നമുക്ക് ഇതിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിന് നമുക്ക് സാഗലിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ സാഗലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന രണ്ട് ബോക്സ്. ഓൾറെഡി ഞാൻ ഒരു അലുമിനിയം ടോപ്പ് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു ഫൈബർ ടോപ്പ് ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സ്ഥലം ഒരു പ്രത്യേക സ്ഥലം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇത് തുറക്കാം. ഇതിൽ രണ്ട് പേർ കീ വരുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഇതിൻ്റെ ഇത് ഓപ്പണിങ്. ഇത് നമ്മുടെ അടുത്ത ബോക്സിൻ്റെ ലോക്ക്. നമ്മുടെ രണ്ട് ബോക്സും ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് ബോക്സിന് ഇന്നർ സൈഡ് സെയിം ആണ്. ഇന്നർ സൈഡ് രണ്ട് ചെറിയ നെറ്റ് വരുന്നുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിന് താഴെ പോയിരിക്കാൻ വേണ്ടി ചെറിയത്. രണ്ട് ലോക്ക് വരുന്നുണ്ട്. ഇതിന് വേറെ വലിയ മെക്കാനിസം ഒന്നുമില്ല, ജസ്റ്റ് ഇത്ര വരുന്നുള്ളൂ. ഇതൊരു യൂട്ടിലിറ്റി ബോക്സ് എന്നും പറയുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എമർജൻസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഇതിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അതിന് ഇത് വാട്ടർ പ്രൂഫാണ്. ശകലം പോലും വെള്ളം അകത്തിറങ്ങില്ല. ഈ സാധനം ഫുൾ സീലാവും. നമ്മുടെ ഈ ഒരു കീ വെച്ച് ലോക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ഫുൾ സീലാവും. നമ്മൾ ഈ ഫുൾ സീലാവും. ശകലം പോലും വെള്ളം അകത്തിറങ്ങില്ല. വെള്ളം ഇതിലേക്ക് ഒലിച്ചു പോവും വെള്ളം ഇറങ്ങിയാലും. സംഭവം ഇത് മാറ്റ് ഫിനിഷാണ് വന്നേക്കുന്നത്. അതുതന്നെ ഈ സാധനം ഓവറായി മറിഞ്ഞു വയ്ക്കാൻ ചെറിയൊരു ഗിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഇടിച്ച് നിൽക്കും ഈ സാധനം. കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ടോപ്പ് ബോക്സ് ഓവറായിട്ട് മറിഞ്ഞു വയ്ക്കാൻ ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ചരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ. ഇത് ഇതിൻ്റെ കീ ആണ്. നമുക്ക് നല്ല പുട്ടി മെക്കാനിസം വരുന്നത്. പിന്നെ നമുക്ക് ഇത് നമ്മളെ വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ചധികം സാധനം അവർ തരുന്നുണ്ട്. അതിന് പുറമെ ഞാൻ കുറച്ചധികം സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവരും ഫിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ വണ്ടി ഓൾറെഡി വരുന്ന സാധനമാണ്. കുറച്ച് ക്ലാബിനോട് പറഞ്ഞാണ്. കുറച്ചധികം സ്ക്രൂസ് കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ എൻ്റെ വണ്ടിയിലെ പുതിയ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഇതുവരെയ്ക്ക് ആരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്ലാറ്റിനയിൽ ഓൾറെഡി നമ്മൾ ടോപ്പ് ബോക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ എല്ലാം ഇളക്കി വെച്ചൊക്കെയാണ്. നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെയും അപ്പർ സൈഡിലും നമ്മൾ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ സെയിം രീതി തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തോന്നാം നമുക്ക് ഇരിക്കുമ്പോൾ കാല് തട്ടില്ലെന്ന്. ഇല്ല, ഞാൻ അതെല്ലാം കറക്റ്റ് നോക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ഓരോ സമയത്ത് കാണിക്കാം എങ്ങനെയൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ ചിലപ്പം നിങ്ങൾ ചില സംശയം തോന്നാം നമ്മൾ ഇൻഡിക്കേറ്റർ തട്ടൂലെന്ന്. ചെറിയ രീതിയിൽ തട്ടും. നമ്മൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇങ്ങനെ തട്ടും ചെറിയ രീതിയിൽ. നമ്മൾ ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇൻഡിക്കേറ്റർ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആയി കിട്ടും. പിന്നെ എൻ്റെ വണ്ടിയിൽ കുറച്ചധികം വർക്ക് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ വീഡിയോസും എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റുള്ള കയറി കാണുക. ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. പ്ലേലിസ്റ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നമ്മുടെ ഫ്രണ്ടിൽ കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബ്രേംബോ ഫുൾ സിക്സ്റ്റോ സസ്പെൻഷനും അങ്ങനെ കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ സാഗനിൽ പുതിയ ഒരു ബോക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റൈറ്റ് സൈഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ക്രാഷ് കാർഡാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ക്ലാമ്പാക്കിട്ട് ചെയ്തേക്കുന്നത്. അപ്പർ സൈഡിലും സെയിം തന്നെയാണ് ക്ലാമ്പിട്ട് ചെയ്തേക്കുന്നത്. നമ്മളിത് നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഓൾട്ടർ ചെയ്ത് നമ്മൾ ക്ലാമ്പിട്ട് എടുത്തതാണ്. നമ്മളിതിൻ്റെ ഇന്നർ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇന്നർ സൈഡ് ഇങ്ങനെ വരുന്നത്. നമ്മുടെ ക്ലാമ്പിൻ്റെ 4 ക്ലാമ്പ് ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക്. നമുക്കിനി അപ്പർ സൈഡിലും ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ എൻ്റെ വണ്ടിയിൽ ക്രാഷ് കാർഡിൽ ഈ സൈഡിൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പുറ സൈഡിലും ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തോന്നാം നമ്മൾ ഇൻഡിക്കേറ്റർ തട്ടൂലേ, തട്ടും.
നമ്മൾ ഇൻഡിക്കേറ്റർ നമ്മളൊരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈഡിങ് പൊസിഷൻ സമയത്ത് നമുക്ക് ശകലം പോലും പ്രശ്നമില്ല. നമ്മുടെ നീ കറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാക്ക് വ്യൂ ഇങ്ങനെ വരുന്നത്, സൈഡിൻ്റെ ബോക്സ് വരുന്നത്. നമ്മുടെ ഓൾറെഡി നമ്മൾ കുറേ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഇൻസ്റ്റാൾ തൽക്കാലം ഇളക്കി വെച്ചേക്കാണ് എല്ലാ സാധനങ്ങളും. അപ്പം അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ജസ്റ്റ് ഒന്ന് കയറി കാണുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഇതിൽ വരുന്ന ക്ലാമ്പിനെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഒരു ക്ലാമ്പ് എടുത്തിട്ടുണ്ട്. ഹോണ്ട സിംഗിൾ ക്ലാമ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം ക്ലാമ്പിന് ഇട്ടേക്കുന്നത്. നമ്മുടെ ബാക്ക് ഫുള്ള് നമ്മുടെ ക്ലാമ്പുകളെല്ലാം പക്ക നമ്മൾ നല്ല ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താൽ കാണിച്ചു തരാം. നമ്മുടെ ഇന്നർ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ സ്ക്രൂവിൻ്റെ ഹെഡ് പുറത്തും ടൈറ്റിനകത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ നമുക്ക് നമ്മുടെ ലോങ് റൈഡ് പോകുന്ന സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റി എക്സസൈസ് വെക്കാൻ പറ്റും. നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് നമ്മളെ ഇപ്പുറ സൈഡിലെത്ത സംഭവം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതും ചെയ്തേക്കുന്ന സെയിം മെക്കാനിസം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു സാധനം വരുന്നതാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുത്ത ഒരു ക്ലാമ്പാണ്. ബാക്കി നമ്മൾ താഴെ ഇട്ടേക്കുന്ന ക്ലാമ്പെല്ലാം ഇതിലൂടെ വരുന്ന ക്ലാമ്പ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പുറ സൈഡിൽ നമ്മൾ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പുറ സൈഡും ഇതും സെയിം തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ടാണ് അതിൻ്റെ ഹെഡ് പുറത്ത് ടൈറ്റ് ഇങ്ങോട്ട് ഇട്ടേക്കുന്നത്. നമ്മളെ യാത്രയ്ക്ക് നമുക്കിനി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ യൂട്ടിലിറ്റി ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മളെ ഇൻഡിക്കേറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഇൻഡിക്കേറ്റർ പോയി തട്ടി നിൽക്കുന്നുണ്ട്. തട്ടും. നമുക്കത് ഫുൾ ഓടിക്കുന്ന സമയത്ത് ഓടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അറിയില്ല, നമുക്കത് യൂസ് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ആ ഇൻഡിക്കേറ്റർ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. നമ്മൾ കുറച്ചും ചെറിയ ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ ഈ ഒരു പോർഷനിനകത്ത് നിൽക്കുന്ന ഇൻഡിക്കേറ്റർ ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകാൻ പ്ലാനിലാണ്. നമുക്ക് വിസിബിലിറ്റി ഉണ്ടായിരിക്കണം, പക്ഷേ നമ്മൾ ഇൻഡിക്കേറ്റർ ചെറുതായിരിക്കണം. അപ്പം ഇതിനകത്ത് ഈ ഒരു ചെറിയ പീസ് വരുന്ന സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ പ്ലാനാണ്. അതിൽ നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ പൊസിഷൻ നമ്മൾ കുറച്ച് മുകളിലോട്ട് നിൽക്കണം. അപ്പോൾ കറക്റ്റാവും. അപ്പോൾ അതിൽ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മളുടെ എല്ലാ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കും 90% കസ്റ്റമർ കയ്യിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ യൂട്ടിലിറ്റി ബോക്സ് ഇൻസ്റ്റാളേഷനിൽ നമുക്ക് ബാക്ക് വ്യൂ ഇങ്ങനെയാണ്. നമ്മുടെ കോക്പിറ്റ് വ്യൂ ഇങ്ങനെയാണ്. നമ്മളത് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ കോക്പിറ്റ് വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പം അടുത്ത വീഡിയോ ആയിരിക്കും. സൈനിങ് ഓഫ്, വിഷ്ണു. ബൈ ബൈ, സീ യു.